അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്ലീവ് കട്ട് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട്, സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യും, കട്ട് ചെയ്താൽ ശരിയാവാറില്ല, കൈ ബാക്കിൽ ചുളുങ്ങിയിരിക്കുന്നു. ആം ഹോൾ നിങ്ങൾ കറക്റ്റായിട്ട് അളവെടുക്കുക, ആം ഹോൾ കറക്റ്റായി ബോഡി ആം ഹോൾ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ സ്ലീവ് കട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കൈയിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കുക. ഇപ്പം നമുക്ക് 6 ഇഞ്ചാണ് ലെങ്ത്ത് കിട്ടിയേക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച്, അതായത് കൈ നീളം 1.5 ഇഞ്ച് കൂട്ടി കൊടുക്കുക. 1 ഇഞ്ച് അടിയിൽ മടക്കാനും 1/2 ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പും. അപ്പോൾ നമുക്ക് തുണി രണ്ടായിട്ട് മടക്കിയിടണം. അപ്പോൾ മടക്കിൻ്റെ വീതി എങ്ങനെയാണ് കാണുന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൻ്റെ മടക്ക് വീതി, അതായത് ഇതിൻ്റെ വീതി 7 ഇഞ്ചാണ്. ഈ 7 ഇഞ്ച് നമുക്ക് എങ്ങനെ കിട്ടി? 7 ഇഞ്ച് കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മുടെ ഷോൾഡർ എത്രയാണെന്ന് നോക്കുക. ഷോൾഡർ എത്രയാണ്? 13 ആണെന്ന്. അപ്പം നമ്മുടെ ഷോൾഡർ 13 ആണ്. അപ്പോൾ ഈ 13 എന്ന് പറയുമ്പോൾ കൈക്കുഴിയും 13 ആയിരിക്കുമല്ലോ. 13 എന്ന് പറയുമ്പോൾ നമ്മൾ കൈക്കുഴി 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യണത്, ഷോൾഡറിൻ്റെ പകുതി. ഓക്കെ, അപ്പോൾ ഷോൾഡർ 13, നമ്മൾ കൈക്കുഴി 6 മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 ഇഞ്ച് കിട്ടും. ആ 7 ഇഞ്ചാണ് നമ്മുടെ കൈയിൻ്റെ വീതി, മടക്കിട്ടതിന് ശേഷമുള്ള വീതി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ റൗണ്ടിൽ കൈ കയറ്റൂല, ആ മെത്തേഡിലുള്ള സ്ലീവാണ് കേട്ടോ. അഥവാ നിങ്ങൾ റൗണ്ടിലല്ല നേരെ അടിച്ചിട്ട് സൈഡ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 7 എന്നുള്ളത് 7.5 എടുക്കണം. അതായത് 13ൻ്റെ പകുതി 6 നമുക്ക് എടുത്തു. അതായത് ഷോൾഡർ നമ്മൾ കൈക്കുഴി 6ആണ്, ഷോൾഡറും 6ആണ് നമ്മൾ മാർക്ക് ചെയ്യണത്, മടക്കിയിട്ടിട്ടല്ലേ മാർക്ക് ചെയ്യണത്. അതിൻ്റെ കൂടെ റൗണ്ടിലടിക്കാനാണെങ്കിൽ 1/2 ഇഞ്ച് കൂട്ടിയാൽ മതി. അഥവാ നേരെ അടിച്ചിട്ട് നിങ്ങൾ സൈഡ് കൂട്ടുകയാണെങ്കിൽ 1 ഇഞ്ച് കൂട്ടണം. അപ്പോൾ നമുക്ക് 7.5 ഇഞ്ച് വീതി വേണം കേട്ടോ മെറ്റീരിയലിനെ. ഓക്കെ, അപ്പോൾ അതാ നീളം നമ്മൾ 7.5 എടുത്തു. 6 + 1.5 7.5 മടക്കിയിട്ടേക്കാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ദാ ഇവിടെ 7.5 ഞാൻ മാർക്ക് ചെയ്തു. ഈ 7.5 തന്നെ ഓപ്പൺ സൈഡിലും മാർക്ക് ചെയ്യണം. ദാ ഇവിടെ 7.5 മാർക്ക് ചെയ്ത് അതേ 7.5 തന്നെ ഞാൻ ഓപ്പൺ സൈഡിലും മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. മടക്ക് ഭാഗത്തും ഓപ്പൺ ഭാഗത്തും നമ്മൾ 7.5 തന്നെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതാ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലൊരു വരയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോഴേ ചാർട്ട് പേപ്പറിൽ ഒന്ന് വരച്ച് നോക്കുക കേട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പറിൽ, എന്നിട്ട് തുണിയിൽ കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 7.5 തന്നെ മാർക്ക് ചെയ്തില്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓപ്പൺ സൈഡിൽ നമുക്ക് ഒരു 4.5 ഇഞ്ച് മൈനസ് ചെയ്യണം. ഇതാ ഇവിടെ. അപ്പോൾ പിള്ളേർക്കാണെങ്കിലും അഡൽസിലാണെങ്കിലും എല്ലാം ഈ ഒരു 4.5 ഇഞ്ച് വരണുണ്ട് കേട്ടോ കൈയിൻ്റെ മൈനസിങ്. അതായത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും പിള്ളേർക്ക് ഇത്രയും ലെങ്ത്ത് ഉണ്ടാവില്ല. ലെങ്ത്തുള്ള സ്ലീവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അഥവാ ലെങ്ത്ത് ഇല്ലാത്ത എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇനി കൈവണ്ണം നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ടുണ്ടാവുമല്ലോ, അതിവിടെ മാർക്ക് ചെയ്യാം. കൈവണ്ണം ബോഡിയിൽ നിന്ന് അളവെടുത്തത് അവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കാം. നമ്മൾ സാധാരണ എപ്പോഴും 1.5 ഇഞ്ചല്ലേ തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കാറ്. അപ്പോൾ ഇത് കൈ മാർക്ക് ചെയ്ത് അളവെടുത്ത മാർക്ക്, അതായത് ബോഡിയിൽ നിന്ന് അളവെടുത്ത മാർക്ക്, ഇത് നമ്മുടെ തയ്യൽ തുമ്പ്. ഓക്കെ, അപ്പോൾ ഈ തയ്യൽ തുമ്പിലേക്കാണ് നമ്മൾ കൈയിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കണം. അതായത് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ കൈ വണ്ണം ഓക്കെ ആയി. ഇനി മോൾ ഭാഗം എങ്ങനെ കട്ട് ചെയ്യണമെന്ന് കാണണ്ടേ? അപ്പോൾ അതേ നോക്കിക്കോളൂ. നമുക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്തേക്കണം. ആ പോയിന്റിലേക്ക് നമുക്ക് കൈ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളൊരു ആർച്ച് വരക്കൂലേ, അതേപോലെ വരച്ചു കൊടുക്കണം. പക്ഷെ പലർക്കും സംശയമാണ് കേട്ടോ, ഈ 4.5 ഇഞ്ച് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈ കറക്റ്റായിട്ട് വരുമോ? പക്ഷേ എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതേ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റാണ്, ഒട്ടും ചുളിവില്ലാണ്ട് നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. എന്നിട്ട് കൈക്കൊരു ഷേപ്പ് വേണമല്ലോ. ആദ്യം മാർച്ച് പോലെ വരച്ചു, എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ച്, ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. കുഴിച്ച് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹാഫ് സ്ലീവ്. ഹാഫ് സ്ലീവൊക്കെയാണ് കേട്ടോ. ഈ ഒരു ഏത് സ്ലീവ് ആണെങ്കിലും ഈ ഒരു മെത്തേഡിൽ തരും. ഇപ്പോൾ 3/4 ആണെങ്കിൽ ലെങ്ത്ത് കൂടുന്നേ ഉള്ളൂ. മുകളിലുള്ള കട്ടിങ് എല്ലാം സെയിം ആണ്, ഈക്വലാണ് കേട്ടോ. കണ്ടോ, 6 അതിൻ്റെ കൂടെ 1.5 ഇട്ടു, 7.5 ഇട്ടു. 7.5 നീളത്തിൽ സ്ക്വയറായിട്ട് മാർക്ക് ചെയ്തിട്ട് 4.5 ഇഞ്ച് ഓപ്പൺ ഭാഗത്ത് നമ്മൾ മൈനസ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് കണക്ട് ചെയ്തെടുത്തു. വീതി കണ്ടുപിടിച്ചതറിയാലോ, 13 ആണ് നമ്മുടെ ഷോൾഡർ. ഷോൾഡറിൽ നിന്ന് ഷോൾഡറിൻ്റെ പകുതി എന്ന് പറയുന്നത് 6 ആണ്. ആ 6യുടെ കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ കൈയിൻ്റെ വീതിയും കണ്ടുപിടിച്ചു. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഷോൾഡർ എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 2, അതായത് 13 ആണെങ്കിൽ അതിൻ്റെ 2/1 എന്ന് പറയുന്നത് 6.
എന്നിട്ട് ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് നോക്കും. നമ്മൾ കണക്ക് വെച്ചിട്ട് ചുരിദാറോ അല്ലെങ്കിൽ ബ്ലൗസോ എന്ത് തയ്ച്ചാലും കറക്റ്റായിട്ട് വരും കേട്ടോ. ഒട്ടും മിസ്റ്റേക്ക് ഇല്ലാണ്ട് ഒട്ടും ചുളിവില്ലാണ്ട് നമുക്ക് കൈയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒരാളുടെ യൂട്യൂബിലെ വീഡിയോ കണ്ട് ഈ കൈ കണ്ടു, ഓക്കെ, നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. ഷോൾഡറും കൈക്കുഴിയും വെട്ടണത് വേറൊരാളുടെ വീഡിയോ കണ്ടിട്ടായിരിക്കും. അപ്പോൾ അത് ഓക്കെ ആവില്ല കേട്ടോ. അവരുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ വെട്ടുന്ന രീതിയിൽ കൈക്കുഴി വെട്ടുക. അതേസമയം ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലെങ്ങനെയാണ് ഷോൾഡർ കൈക്കുഴി മാർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പലരും പല രീതിയിലാണ് വെട്ടണത്. പക്ഷേ ഓരോരുത്തരുടെ വ്യത്യാസമുണ്ട് വെട്ടണയിലും അളക്കണയിലും ഒക്കെ. പക്ഷേ തയ്ച്ച് കഴിഞ്ഞാൽ ഏത് മെത്തേഡിൽ വന്നാലും തയ്ച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. പക്ഷെ അതും ഇതും കൂടെ കണക്ട് ചെയ്തിട്ട് തയ്ക്കരുതെന്ന് മാത്രം. അപ്പോൾ ഇനി പുതിയ സ്ലീവുകളായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.